അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. എല്ലാവർക്കും സന്തോഷമല്ലേ, റാഹത്തല്ലേ? മാഷാ അല്ലാഹ്. നാം ഒരു ലക്ഷ്യത്തോടു കൂടി കൃത്യമായി നാം പ്ലാനിങ്ങോടുകൂടി നമ്മുടെ പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്തി ഭംഗിപ്പെടുത്തി നാം മുന്നോട്ട് പോകുമ്പോൾ നാം നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ മനസ്സാ വാച അറിയാത്ത കുറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ പ്രവർത്തന പദത്തിലേക്കും വന്നു കയറുക. നാം പലപ്പോഴും അനുഭവിച്ചിട്ടുള്ള കാര്യമല്ലേ? പല പ്രാവശ്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാത്ത കാര്യങ്ങൾ എന്തൊക്കെ സംഭവിക്കുന്നു, പെട്ടെന്ന് സ്റ്റക്കായി പോവും. എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? ഞാൻ അതിനു വേണ്ടി എന്താ ചെയ്തത്? എനിക്കിതിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഇങ്ങനത്തെ പല അനുഭവങ്ങളിലൂടെ നമ്മുടെ ജീവിതം കടന്നു പോയിട്ടില്ലേ? ഉണ്ടോ? ഉണ്ട്. എന്നാൽ പ്രപഞ്ചാധികാരിയായ റബ്ബ് അവന്റെ അടിമകളെ പ്രചോദിപ്പിക്കുന്നതും അവന്റെ അടിമകൾക്ക് എനർജി കുത്തി നിറച്ചു കൊടുക്കുന്നതുമായ ഒരു ആയത്ത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതട്ടെ. വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും. വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും. ഓ പ്രിയപ്പെട്ടവരെ, സഹപ്രവർത്തകരെ, നമ്മൾ ബേജാറാവണ്ട. അടിക്കടി നാം പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു കയറുന്നുണ്ടെങ്കിൽ നമുക്കത് ആദ്യം നമുക്ക് വളരെ ഭയാനകമായി ഭീതിയായി നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മളെ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് നമ്മളിലേക്ക് വന്നു ചേരുന്നതെങ്കിലും വിഷമിക്കണ്ട. പ്രപഞ്ചാധികാരി നമ്മളോട് പറയുന്നു, അത് നിനക്ക് ഹൈറായിട്ട് മാറാനുള്ളതാ. നിനക്ക് ഹൈറായിട്ട് അത് മാറും. പിന്നീട് വിഷമിക്കല്ല, എന്റെ കുട്ടി വിഷമിക്കരുത്. നമ്മളൊരു വിഷമത്തോടുകൂടി വേദനയോടുകൂടി നമ്മൾ ഉമ്മയുടെ അടുക്കലേക്ക് ചെല്ലുമ്പോ ആ ഉമ്മ പറയുന്നത് എന്താ? ബേജാറാവണ്ട എന്റെ കുട്ടി, അള്ളാഹു അതിൽ മാറ്റം തരും പറയാറില്ലേ? എന്നാൽ പ്രപഞ്ചാധികാരിയായ റബ്ബ് അവന്റെ അടിമകളോട് സന്തോഷ വാർത്തയോടുകൂടി ഓരോ അടിമയെയും അള്ളാഹു ഉത്തേജിപ്പിക്കുകയാണ്. നിങ്ങളുടെ പ്രവർത്തന പദത്തിൽ നിങ്ങൾ മുന്നേറുമ്പോൾ നിങ്ങൾക്ക് ഉൾക്കാഴ്ചയില്ലാത്ത കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു കയറി നിങ്ങളെ ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ, വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബേജാറാവണ്ട. അത് നിങ്ങൾക്ക് ഹൈറായിട്ട് ഭവിക്കാനുള്ളതാണ്. നിങ്ങൾ വിഷമിക്കല്ല. നിങ്ങൾ പ്രവർത്തനവുമായി മുന്നോട്ട് പോകൂ. അത് നിങ്ങൾക്ക് ഹൈറായിട്ട് മാറും. നോക്കൂ, സുബ്ഹാനല്ലാഹ്, എത്ര സുന്ദരമായ വാക്കാൻ! ഓരോ അടിമയെയും പ്രചോദിപ്പിക്കുന്ന, ഓരോ അടിമയുടെയും മുറിവിനെ സുന്ദരമായി തലോടിക്കൊണ്ട് ലേപനം പുരട്ടിക്കൊണ്ട് പറയാണ്, മോനെ ബേജാറാവല്ല, അങ്ങനൊക്കെ വരും. ഫഹുവ ഖൈറുൽ ലക്കും. അത് നിനക്ക് ഹൈറായിട്ട് മാറും. വിഷമിക്കല്ല, പ്രവർത്തനം നിർത്തല്ല, മുന്നോട്ട് പോയിക്കോ. വക്രബുദ്ധികളോടെ കുതന്ത്രങ്ങൾ മെനഞ്ഞ് ഞാൻ ഉദ്ദേശിച്ചിടത്തേക്ക് കാര്യങ്ങൾ എത്തി എന്ന് സന്തോഷിക്കുന്നുണ്ടോ നിങ്ങൾ? പേടിച്ചോളൂ. ഫഹുവ ശർറുൽ ലക്കും. കുതന്ത്രങ്ങൾ മെനഞ്ഞ് നിങ്ങൾ ഉദ്ദേശിച്ചിടത്തേക്ക് കാര്യങ്ങളെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഫഹുവ ശർറുൽ ലക്കും. അത് നിങ്ങൾക്ക് കിട്ടാനുള്ള അടികളുടെ തുടക്കമായിരിക്കും. ആ സന്തോഷം നിങ്ങളുടെ ഒടുക്കത്തെ സന്തോഷമായിട്ട് മാറും. അതുകൊണ്ട് നല്ല ബുദ്ധിയോടെ ചിട്ടയൊത്ത പ്രവർത്തനങ്ങളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആർക്കും ഒരു ബേജാറുമില്ലാതെ ഒരു വിഷമവുമാക്കാതെ നാം മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മളിലേക്ക് വന്നു കയറുന്ന നമുക്കിഷ്ടപ്പെടാത്ത പ്രവർത്തനങ്ങൾ മുഴുവനും അത് നമുക്ക് ഹൈറായിട്ട് മാറ്റിത്തരും പടച്ച റബ്ബ്. സംശയം വേണ്ട. പടച്ച റബ്ബ് അവന്റെ ഖുർആനിൽ നമ്മളോട് വാഗ്ദത്തം ചെയ്യുകയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തന പദങ്ങളിൽ നമ്മളിലേക്ക് വരുന്ന പ്രയാസങ്ങളെ മുന്നിൽ കണ്ട് പ്രവർത്തനം സ്റ്റോപ്പ് ചെയ്യല്ല. കരുതലോടെ മെല്ലെ മുന്നോട്ട് നടക്കൂ. ആ പ്രയാസങ്ങളും പ്രതിസന്ധികളും
നിങ്ങൾക്ക് പിന്നീടുള്ള വിജയത്തിലേക്കുള്ള ഊക്കാണ്, വിജയത്തിലേക്ക് നിങ്ങളെ തള്ളുന്ന കാര്യങ്ങളാണ് എന്ന് പ്രപഞ്ചാധികാരി നമ്മളോട് ഉറപ്പു തരുമ്പോൾ വിഷമങ്ങളെ കണ്ട് നാം പിന്നോട്ട് പോകല്ല, മുന്നിലേക്ക് നടക്കുക. പ്രപഞ്ചാധികാരി വിജയം നിങ്ങളുടെ കൈകളിലേക്ക് എടുത്തു വെക്കാൻ തയ്യാറായി കാത്തു നിൽക്കുന്നു. അള്ളാഹു നമുക്ക് സന്തോഷങ്ങൾ നിലനിർത്തി തരുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.